ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കേട്ടറ്റ് പരീക്ഷയുടെ വിഷയങ്ങൾ, മാർക്ക്, അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതി, ചോദ്യങ്ങളുടെ നിലവാരം, പിന്നെ കേട്ടറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്സ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടറ്റിൻ്റെ സബ്ജക്ട്സ്, അതുപോലെ തന്നെ മാർക്ക്, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 3 പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്ക് നമ്മുടെ കേട്ടറ്റിൻ്റെ കാറ്റഗറി 1 എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ കിട്ടുന്നത്. ഇതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സൈക്കോളജി, മാത്സ്, സയൻസ്, ഇത് 3ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് ശിശുവികാസവും ബോധനശാസ്ത്രവും, ഗണിതശാസ്ത്രം, പരിസ്ഥിതി പഠനം, ഇങ്ങനെ 3 വിഷയങ്ങളാണ് ആദ്യത്തെ പാർട്ടിലുണ്ടാവുക. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, തമിഴ്, കന്നഡ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. കൂടുതൽ ആൾക്കാരും മലയാളമാണ് ചൂസ് ചെയ്യാറുള്ളത്. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷാണ് സെക്കൻഡ് ലാംഗ്വേജിനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ അറബിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പക്ഷെ അത് LP തലത്തിൽ അറബി അധ്യാപകരാവാനായിട്ട് യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അറബി ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത്തരത്തിൽ 3 പാർട്ടിലായിട്ട് 5 സബ്ജക്ട്സ് ആണ് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു വിഷയത്തിൽ 30 ചോദ്യങ്ങൾ, അങ്ങനെ 5 വിഷയത്തിലാവുമ്പോൾ 150 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ 150 ചോദ്യങ്ങൾക്ക് 150 മാർക്കാണ് ആകെ വരുന്നത്. ഇതിൽ തന്നെ നെഗറ്റീവ് മാർക്ക് കേട്ടറ്റ് എക്സാമിന് ഇല്ല. ഈ ഒരു പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചോദ്യങ്ങളുടെ രീതിയെ കുറിച്ചിട്ടാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സൈക്കോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനം, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അതുപോലെ തന്നെ ബോധന വിദ്യാഭ്യാസ മനഃശാസ്ത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും, പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അളക്കുന്ന ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി മാത്സിനെയും സയൻസിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ബേസിക്കലി നമ്മുടെ സബ്ജക്റ്റ് നോളേജാണ് അളക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന ഈ നോളേജ് മറ്റുള്ളവർക്ക് ബോധനം ചെയ്യാനുള്ള, പകർന്നു കൊടുക്കാനുള്ള ആ ഒരു സ്കില്ലും കൂടെ അതിൽ അളക്കുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൽ വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷും മലയാളവുമാണ്, ലാംഗ്വേജസ്. അപ്പോൾ ലാംഗ്വേജസിൽ മെയിനായിട്ട് വരുന്നത് ഗ്രാമർ പോർഷൻസ് ആണ്. അതുപോലെ തന്നെ പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലാംഗ്വേജസിൽ കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ സൈക്കോളജിയിലും മാത്സിലും സയൻസിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈയിടെയായിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അതായത് ഇപ്പോൾ 2-4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരി, അപ്പം ഓപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അതായത് 2ഉം 4ഉം ശരിയാണ്, അല്ലെങ്കിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 മാത്രം ശരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറച്ചധികമായിട്ട് കാണുന്നുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് ചോദ്യ നിലവാരത്തെക്കുറിച്ചാണ്. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ SCERT സിലബസ് അനുസരിച്ചിട്ട് ഓരോ മേഖലയ്ക്കും തുല്യമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് തയ്യാറാക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ചോദ്യങ്ങളുടെ കാഠിന്യം, വ്യാപ്തിയും ഒക്കെ സെക്കൻഡറി തലം വരെ ആയിരിക്കും. അതായത് നമ്മൾ LPയിലാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും സെക്കൻഡറി ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് പറയാനുള്ളത് കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബുക്സിനെ കുറിച്ചാണ്. വേറെ ഒന്നും തന്നെയല്ല, നമ്മളുടെ SCERT തയ്യാറാക്കിയിട്ടുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്സും അതുപോലെ തന്നെ DLEDൻ്റെ ടെക്സ്റ്റ് ബുക്സുമാണ്. ഇതിൽ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഡഡ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള പോർഷനും കൂടെ പ്രത്യേകം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലാസ് റൂം ഇഷ്യൂസിനെ കുറിച്ച്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ വരുന്ന, നമ്മൾ ബോധനശാസ്ത്രമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് DLED ടെക്സ്റ്റ് ബുക്സും ഒരുപാട് സഹായിക്കും. അത് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആർക്കെങ്കിലുമൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.